ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററായുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ ആ ടോപ്പിക്സിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഈ ഒരു ടൈപ്പുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പറയുന്നത് പോലെ തന്നെ ചാപ്റ്ററിൻ്റെ നെയിം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മളൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതാ നോക്ക്, ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാതെ പോകുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എവിടെ? അതിൻ്റെ ഡൊമെയിൻ ഞാനിതാ എക്സ് ആക്സിൽ ഈ പോയിന്റ് മുതൽ എക്സ് ആക്സിൽ ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും എടുത്തത്. ആ സമയത്തല്ലേ നമുക്ക് വൈ വാല്യൂസ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എക്സ് ആക്സിസിലെ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ആണ് കാരണം എക്സ് ആക്സിൽ എയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നില്ല, ബ്രേക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ഇത് y = എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു എ നമ്മൾ പറയുന്ന കണ്ടീഷൻ എന്താണെന്നറിയോ? വെരി സിമ്പിൾ. നമ്മൾ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് വെൻ എക്സ് അപ്രോച്ചസ് ടു എ, അതായത് എക്സ് വാല്യൂസ് എയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ്, അതായത് ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിനടുത്തായിരിക്കും എന്നുള്ളത്, അതും അതേപോലെ തന്നെ ആ ഫംഗ്ഷൻ്റെ എയിലുള്ള പോയിന്റും സെയിം ആയിരിക്കണം. ഈ ഒരു സമയത്താണ് നമ്മൾ ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുക. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ടുള്ള ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിട്ടുള്ള ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, റെഡിയേ? ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ചില സമയത്ത് നിങ്ങൾ ഈ കണ്ടീഷനും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ കണ്ടെത്താൻ നിങ്ങൾക്കറിയാം. അതൊന്നും വലിയ ബുദ്ധിമുട്ടേറിയ പ്രോസസ്സൊന്നുമല്ല. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ ഞാനൊരു ഫംഗ്ഷൻ ഇങ്ങനെ വരച്ചു. ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ എയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടേക്കും വാല്യൂ, റൈറ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് വരുന്ന സമയത്ത് ഇവിടേക്കും വാല്യൂ വരിക. അപ്പോൾ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എന്തായാലും ഈക്വൽ ആകൂല, അത് ഷുവറാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആകൂല. അപ്പോൾ നമ്മൾ എയിൽ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാമെന്നറിയോ? എ ഈസ് എ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. എയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത ഡൊമെയിനിലുള്ള ഒരു പോയിൻ്റാണ് എ. അപ്പോൾ എ ഈസ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് നമ്മൾ പറയുക. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. റെഡി? ചോദ്യം നോക്ക് നിങ്ങൾ. The function f of x equal to 3x² minus 12 by x minus 2 when x not equal to 2 and x equal to 2, that is lambda, is continuous for all x belongs to real numbers. അതായത് ഈ റിയൽ നമ്പേഴ്സിലുള്ള എല്ലാ റിയൽ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ, എടാ നിങ്ങൾക്ക് ഇവിടെ ഫംഗ്ഷന് ബ്രേക്കിംഗ് തന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റ് എടുത്തുകൊണ്ടായിരിക്കും. x2 ആകുമ്പോൾ ലാംഡ, x2 അല്ലാത്ത സമയത്തൊക്കെ, അതായത് x2 അല്ലാത്ത സമയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, x ലെസ് ദാൻ 2 ആണെങ്കിലും x ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിലും ഒക്കെ ഈ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സിന് കൊടുക്കുക. സോ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ്, ഈ ഫംഗ്ഷൻ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ഇറ്റ്സ് ഡൊമൈൻ. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവിടെയും കൂടി അത് കണ്ടിന്യൂസ് ആയിരിക്കും. എക്സ് ഈക്വൽ ടു 2ലും കണ്ടിന്യൂസ് ആണ്. കാരണം 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് 2ലും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്തായാലും ഈ 2ലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2ലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് നോക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ, എക്സ് ഈക്വൽ ടു 2ൽ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സിലുള്ള ഇതിൻ്റെ ലിമിറ്റ്, 2ലുള്ള ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റും അതേപോലെ തന്നെ എഫ് ഓഫ് 2ലല്ല കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എഫ് ഓഫ് 2 സെയിം ആയിരിക്കണം. എക്സ് 2 ആകുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്താ? ലാംഡ. അതായത് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ. റെഡി?
ഇനി ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നിങ്ങളിവിടെ LHL RHL സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തണോ? വേണ്ട. LHL എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2 ആകുന്ന സമയത്ത്, എക്സിൻ്റെ വാല്യൂ 2 കുറവാകുന്ന സമയത്ത് ഫംഗ്ഷൻ എങ്ങോട്ട് പോകുന്നു? എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുന്ന സമയത്താണ് RHL നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അത് രണ്ട് കേസും ഇതിൽ അങ്ങ് സാറ്റിസ്ഫൈഡ് ആയി പോയിക്കോളും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഫംഗ്ഷൻ ഇതെടുത്താൽ മതി. അതായത് നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ തന്നെ എക്സ് 2 ആയിരിക്കൂല, 2ൻ്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ 2ന് തൊട്ട് ശേഷമുള്ള വാല്യൂ ആകാം, പക്ഷെ ഒരിക്കലും എന്ത് വരൂല? 2 വരൂല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് 2 അല്ലാത്ത സമയത്ത് ഫംഗ്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ? ഇത്. അതായത് 3x² - 12 ഡിവൈഡഡ് ബൈ x - 2. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താണെന്ന് കിട്ടും. ഓക്കെ ആണ്. സോ ഇതെങ്ങനെ കണ്ടെത്തുക? ഇവിടെ ഡയറക്റ്റ് 2 കൊടുത്താൽ 0/0 ഫോം ആവും. ഞാനൊരൊറ്റ ട്രിക്ക് പറഞ്ഞുതരാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2, ഇത് ട്രിക്കൊന്നുമല്ല, ഇത് ലിമിറ്റ് ഫൈൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടുന്ന് 3 കോമൺ എടുക്കും, കാരണം ഇത് രണ്ടിലും 3 ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ x² - 12 3 വന്നാൽ 4 ഡിവൈഡഡ് ബൈ x - 2 വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് എഴുതാം. ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് അറിയടാ? ഈ x² - 4 ഞാൻ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്ക്? x - 2 × x + 2 പറ്റൂലേ? ഡിവൈഡഡ് ബൈ x - 2 വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ. അതെങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റും? 4 എന്ന് പറഞ്ഞാൽ 2² അപ്പോൾ x² - 2² ആണെങ്കിൽ x - 2 × x + 2. ഇനി ഈസിയാണ്. ഈ x - 2 x - 2 കട്ടി. ഇനി x ഉള്ളിടത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ 2 കൊടുത്താൽ 3 × 2 + 2 ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടും. അതായത് 4 × 3 12 ആണ് ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം 12 ആയിരിക്കും. ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ലിമിറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. ലിമിറ്റും കണ്ടിന്യൂറ്റിയും കണക്ട് ചെയ്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കുക. ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഈസി. അടുത്ത നോക്ക്. ഈ ഫംഗ്ഷൻ എന്താ നോക്ക്? π/2 വെച്ചിട്ടാണ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ π/2 കുറവാകുമ്പോൾ ഒരു വാല്യൂ, π/2 കൂടുതലാകുമ്പോൾ ഒരു വാല്യൂ. ഈസ് കണ്ടിന്യൂസ് അറ്റ് x = π/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നിങ്ങൾ നേരത്തെ ഫൈൻഡ് ചെയ്ത പോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/2 എടുത്ത് ചെയ്യുന്നതിന് പകരം π/2 കുറവാകുമ്പോൾ ഒരു വാല്യൂവും π/2 കൂടുതലാകുന്ന സമയത്ത് ഒരു വാല്യൂ അല്ലേ ഫംഗ്ഷന് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും LHL RHL കണ്ടെത്തിയാൽ മതി. ഈ ഫംഗ്ഷൻ π/2 കണ്ടിന്യൂസ് ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ LHL RHL ഡെഫിനിറ്റ്ലി ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്ക്, ഞാൻ LHL RHL എവിടെ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/2 - f(x)ഉം അതേപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/2 + f(x) ഒന്ന് കാണാൻ പോവുകയാണ്. എക്സിൻ്റെ വാല്യൂ π/2 കുറവാണെങ്കിൽ ഇതാ നോക്ക്, എക്സിൻ്റെ വാല്യൂ π/2 കുറവാണെങ്കിൽ ഫംഗ്ഷൻ mx+1 ആണ്. അപ്പോൾ ഇവിടെ f(x)ന് പകരം നിങ്ങൾ mx+1 കൊടുത്താൽ മതി. π/2 - mx+1. ആൻഡ് അടുത്ത കേസ് നോക്ക്, എക്സിൻ്റെ വാല്യൂ π/2 കൂടുതലാകുകയാണെങ്കിൽ f(x) എന്താ? f(x) sin x + n, sin x + n കൊടുക്കുക. ഇനി സിമ്പിളാ. എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ ഈ π/2 റീപ്ലേസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ വരും, m π/2 + 1 = എക്സ് ഉള്ളിടത്ത് π/2 കേട്ടോ, അതായത് ഈ വാല്യൂ π/2. അപ്പോൾ π/2 - π/2 + എന്ന് പറഞ്ഞാലോ അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ π/2 കൊടുത്താൽ മതി. അപ്പോൾ sin π/2 + 1 എന്ന് കിട്ടും. π/2 + n കേട്ടോ. sin π/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, m π/2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 + n. രണ്ട് ഭാഗത്ത് 1 ഉള്ളത് കൊണ്ട് ഈ 1ഉം ഈ 1ഉം ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കേ, n ഈസ് ഈക്വൽ ടു, ഇതാ നോക്ക്, n ഈസ് ഈക്വൽ ടു നിങ്ങളുടെ ഇക്വേഷൻ വരുന്നത് m π/2 എന്നാണ്. n ഈസ് ഈക്വൽ ടു m π/2 എന്ന് എഴുതാം, തെറ്റില്ലല്ലോ. m ഈസ് ഈക്വൽ ടു 2n/π. അപ്പോൾ ഓപ്ഷൻ ഏതാണുള്ളത് നോക്ക്? കറക്റ്റ് n ഈസ് ഈക്വൽ ടു m π/2. ഇതാ ഒരു ഓപ്ഷൻ ഉണ്ട് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് ഡെറിവേറ്റീവ് വെച്ചുകൊണ്ടുള്ള കുറച്ച് കിടിലൻ ചോദ്യങ്ങളിലേക്ക് വരാം. റെഡി? ചോദ്യം നോക്കിക്കോ. e⁻y + x²y xy² = e⁻2 then dy/dx. ഓക്കെ, dy/dx കാണണമെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നോക്ക്, d/dx ഓഫ് e⁻y + x²y + xy² is equal to d/dx of e⁻2. ഈ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റാണ്, ഈ സ്ക്വയറും കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 കിട്ടുക. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഴുതാം. ഞാൻ ആദ്യം ഇവിടുത്തെ തുടങ്ങാം. e⁻x ഡെറിവേറ്റീവ് e⁻x അല്ലേ? അപ്പോൾ e⁻y ഡെറിവേറ്റീവ് e⁻y.
പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ റൂൾ പ്രകാരം ഒരു dy/dx കൂടി ഇട്ട് കൊടുക്കണം. കാരണം ഇവിടെ എക്സിന് പകരം വന്നത് y, ആ yയെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പ്ലസ് ഇത് പ്രൊഡക്റ്റ് റൂളാണ്. പ്രൊഡക്റ്റ് റൂൾ ചെയ്യുന്ന സമയത്ത് x² ആദ്യം അവിടെ വെക്കുക, y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പ്ലസ് y അവിടെ വെക്കുക, x² ഡെറിവേറ്റീവ് 2x ഇങ്ങനെ എഴുതേണ്ടത്. ഓക്കെ, ഇതും പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുന്ന സമയത്ത് എക്സ് അവിടെ വെക്കുക, y² ഡെറിവേറ്റീവ് 2y ആൻഡ് y² ഡെറിവേറ്റീവ് 2y ആണ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു dy/dx കൂടി കൊടുക്കണ്ടേ? ശരിയല്ലടാ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുക. ഇപ്പോൾ y² ഇനി അവിടെ വെച്ചിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഒന്നും എഴുതാം, ബുദ്ധിമുട്ടില്ല കേട്ടോ. ആൻഡ് e² ഡെറിവേറ്റീവ് 0. ഇതൊന്നും ഇനി സിംപ്ലിഫൈ ചെയ്തിട്ട് dy/dx ഉള്ളതൊക്കെ ഒരു ഭാഗത്തും ബാക്കിയുള്ളതൊക്കെ ഒരു ഭാഗത്തേക്കും ആക്കിക്കോ, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അതായത് ഞാനിതാ e⁻y dy/dx പ്ലസ് x² dy/dx പ്ലസ് ഇവിടെ ഒരു dy/dx ഇല്ലേ, അപ്പോൾ അതാ 2xy dy/dx ആൻഡ് പ്ലസ് ബാക്കിയുള്ളത്, പിന്നെ ബാക്കി വരുന്നത് ഇവിടെ ഒരു 2xy വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു y² വരുന്നുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0. dy/dx കോമൺ എടുത്താൽ നിങ്ങൾക്ക് e⁻y പ്ലസ് x² പ്ലസ് 2xy ഈ സാധനത്തിനൊക്കെ അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പം -2xy മൈനസ് y² എന്ന് കിട്ടും. അങ്ങനെയാണെ പറയടാ, വാട്ട് ഈസ് dy/dx? dy/dx എന്ന് പറഞ്ഞാൽ അതിന് സിമ്പിളല്ലേ, -2xy മൈനസ് y², ഈ ഇൻറ്റു ടേം ഇങ്ങോട്ട് വന്നാൽ e⁻y പ്ലസ് x² പ്ലസ് 2xy എന്ന് കിട്ടും. എടാ, ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. പക്ഷേ ചോദ്യം അറ്റ് 0,1 0,1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x 0യും y 1ഉം ആകുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, x 0യും y 1ഉം ആണെങ്കിൽ നിങ്ങളുടെ dy/dx എന്തായിരിക്കും കിട്ടുക? x 0 ആണെങ്കിൽ ഈ ടേം 0 ആയി പോവും, y 1 അപ്പോൾ ദാ -0 മൈനസ് y 1 ആണെങ്കിൽ 1² എന്ന് വരും, ഡിവൈഡഡ് ബൈ x 0 അല്ലേ, അപ്പോൾ ദാ y 1 അല്ലേ, അപ്പോൾ ദാ ഇവിടെ e കിട്ടും, e⁻1 പ്ലസ് x 0. ഈ ടേം എഴുതണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ നോക്ക്, നിങ്ങളുടെ ആൻസർ വരിക ഇവിടെ -1 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ e⁻1 എന്ന് പറഞ്ഞാൽ e തന്നെ, അപ്പോൾ -1/e ഇതാണ് ആൻസർ വരിക. ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് ദിസ് പോയിൻ്റാണ് പറഞ്ഞത്. അപ്പോൾ എക്സിനും വൈക്കും പകരം ആ പോയിന്റുകൾ റീപ്ലേസ് ചെയ്യുക. ഇവിടെയുള്ള എക്സിനും വൈക്കും പകരം ആ കോർഡിനേറ്റ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. ഇതൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്താൽ ബെറ്റർ. റെഡി? ഒക്കെ സിമ്പിൾ കാര്യങ്ങൾ തന്നെ, ഭയങ്കര ടഫായുള്ളതൊന്നുമല്ല. നമുക്ക് y = tan x⁻x ആണെങ്കിൽ 1/y dy/dx എന്ത്? 1/y dy/dx. ഇത് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ പവറിൽ വേറൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗ് ഡിഫറൻസിയേഷനാണ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും നമ്മൾ ആദ്യം ലോഗ് എടുക്കും. അപ്പം ലോഗ് tan x⁻x എന്ന് പറഞ്ഞ് വരും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, log y ഈസ് log y. ഈ എക്സിനെ മുന്നോട്ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് x log tan x എന്നും പറഞ്ഞു വരും, x log tan x. എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതൊന്നും ഇതൊന്നും വേണ്ട, എന്നാലും വെറുതെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x, ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/y. പിന്നെ എക്സിന് പകരം y അല്ലേ, അപ്പം y കൂടി നമ്മൾ ആരെ വിത്ത് റെസ്പെക്ട് ടു ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് dy/dx. ഓക്കെ, അപ്പോൾ 1/y dy/dx കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് അവിടെ വെക്കും ആൻഡ് ലോഗ് tan x ഡെറിവേറ്റീവ്. ഓക്കെ, പ്ലസ് ലോഗ് tan x അവിടെ വെക്കും, എന്നിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അതായത് നിങ്ങൾക്ക് 1/y dy/dx മതി. അപ്പോൾ ഇവിടെ തന്നെ 1/y dy/dx ഉണ്ട്. എക്സ് ഇൻറ്റു ലോഗ് tan x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണെങ്കിൽ 1/x അല്ലേ, അപ്പോൾ 1/tan x. tan x ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ sec²x അല്ലേ, അപ്പോൾ sec²x പ്ലസ് ലോഗ് tan x അങ്ങനെ തന്നെ നിൽക്കട്ടെ. d/dx ഓഫ് x എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ ഇവിടെ 1 ഇൻറ്റു ലോഗ് tan x തന്നെ കിട്ടും. ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ നോക്ക്. ലോഗ് tan x അങ്ങനെ ഒരു ഓപ്ഷൻ അല്ല ഇവിടെ ഉള്ളത് അല്ലേ. ലോഗ് tan x ടേം കുറേ ഉണ്ട്, ലോഗ് tan x ഉള്ള 3 എണ്ണം ഉണ്ട്. ഓക്കെ, പിന്നെ അത് സിംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തേണ്ടി വരിക. സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നോക്കെ, എക്സ് ഇൻറ്റു 1/tan x. 1/tan x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കോട്ടെക്സാണ്. കോട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് cos(x/sin x) എന്ന് എഴുതാം. ആൻഡ് sec²x എന്ന് പറഞ്ഞാൽ നമുക്കിത് 1/cos²x എന്ന് എഴുതാം. ശരിയല്ലേ? 1/cos²x. ഒരു cos x ഇവിടുന്നും ഒരു cos x ഇവിടുന്നും ക്യാൻസലായി.
അപ്പോൾ ഇവിടെ എക്സ് ബൈ സൈൻ എക്സ് കോസ് എക്സ് എന്നാണ് വന്നത്. ഇതെനി എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? സൈൻ എക്സ് കോസ് എക്സ് 1/sin x കോസ് എക്സ് എന്നാട്ടുള്ളത്. ഒരൊറ്റ ഐഡിയ പറയട്ടെ, എന്നിട്ടൊന്നും ഇവിടെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആയിട്ടില്ല കേട്ടോ. ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, ഒറ്റ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നോക്കിക്കോ, ആൻസർ നമുക്ക് കിട്ടി, പക്ഷേ ഓപ്ഷനിലുള്ള ആൻസറിലേക്ക് എത്തണ്ടേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാനൊരു താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മുകളിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2/2 ക്യാൻസൽ ചെയ്തു. ആൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, 1/dy/dx ഈസ് ഈക്വൽ ടു, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോകുന്നത് 2sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. മുകളിൽ ഒരു 2x ഉണ്ട്, അപ്പോൾ 2x/sin 2x എന്ന് എഴുതിക്കൂടെ അല്ലേ? 2sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. അപ്പോൾ അതാ മുകളിൽ ഒരു എക്സും ഒരു 2x/sin 2x ആൻഡ് ഇവിടെ പ്ലസ് ലോഗ് ടാൻ എക്സ് ആണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പം ഞാൻ ഈ sin 2x കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്, താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മുകളിലും ചെയ്തു. സിമ്പിൾ കാര്യം. ഇനി നോക്കടാ, ഇനി ആൻസറായി 1/sin 2x എന്ന് പറഞ്ഞാൽ cosec 2x അല്ലേ? അപ്പോൾ അതാ നോക്ക്, cosec 2x പ്ലസ് ലോഗ് ടാൻ എക്സ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക് നിങ്ങൾക്ക്. ഞാൻ ആ ഒരു ഓപ്ഷൻ കണ്ടിട്ടാണ് ആ ഒരു വഴിയിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതുക. അതാ നോക്ക്, 2x cosec 2x പ്ലസ് ലോഗ് ടാൻ എക്സ്, ഇതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? സിമ്പിൾ കാര്യം, ശ്രദ്ധിച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. f of x ഈസ് ഈക്വൽ ടു, നല്ലൊരു ചോദ്യമാണ്, ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. f of x ഈക്വൽ ടു mod x square minus 1 then f dash 3/2 is equal to. ഇത് ചെറിയ പ്രശ്നമാണ്, കാരണം mod xനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല. മോഡ് വരുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല. ഡിഫറൻഷ്യബിൾ അല്ല എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ അതൊരു പോയിന്റിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ അല്ലാത്തതുള്ളൂ. ആ ഷാർപ്പ് എഡ്ജ് കിട്ടുന്ന ആ ഒരു പോയിന്റിൽ മാത്രമേ അത് ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ അത് 1 ആയിരിക്കും. 1ൽ മാത്രമേ ഇത് ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കും. ഇവിടെ f dash 3/2 ആണ് ചോദ്യം. അപ്പം നിങ്ങൾ ഈ mod xന്റെ ഡെഫിനിഷൻ വെച്ചിട്ടേ ഈ ഒരു ചോദ്യം എപ്പോഴും ചെയ്യാവും. mod x വന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും mod xന്റെ ഈ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. അതായത് എന്താണോ ഇതിൻ്റെ ഉള്ളിലുള്ളത് ആ വാല്യൂവും എന്താണോ അതിൻ്റെ ഉള്ളിലുള്ളത് അതിൻ്റെ നെഗറ്റീവും കിട്ടും. ഏത് കേസിൽ? ആ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ആ വാല്യൂ ലെസ് ദാൻ 0യും ആകുന്ന സമയത്ത്. ഇതെപ്പോഴും ആലോചിക്കുക. ഇവിടുത്തെ കേസിൽ mod x² - 1ൻ്റെ വാല്യൂ നോക്ക്, ഒന്നെങ്കിൽ x² - 1 വരും, അല്ലെങ്കിൽ -(x²) - 1 വരും. കേസ് ഏതൊക്കെയാണ്? ഈ x² - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പം, അല്ലെങ്കിൽ x² - 1 ലെസ് ദാൻ 0 ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിലടാ ഇതൊന്നുകൂടി ഭംഗിയാക്കി എഴുതിയാൽ x² - 1 കിട്ടും, അല്ലെങ്കിൽ 1 - x² കിട്ടും ഫംഗ്ഷൻ. ഒന്നെങ്കിൽ x², അതാ നോക്ക്, -1 അങ്ങോട്ട് പോയാൽ x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകണം, അല്ലെങ്കിൽ x² ലെസ് ദാൻ 1 ആകണം. ഓക്കെ, ഇതാണ് പരിപാടി. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയടാ, f dash 3/2 അല്ലേ? അതായത് ഇവിടെ നിങ്ങൾ എടുക്കുന്നത് x is equal to 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1.5 ആണ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഈ 1.5ൻ്റെ ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ 1.5ൻ്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഏകദേശം 2.25 ആയിരിക്കും. ഏകദേശം അല്ല, കറക്റ്റ് 2.25 കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ x², അതായത് 1.5, 3/2ൻ്റെ സ്ക്വയർ 2.25 ആണ്. അത് 1നേക്കാളും x² 1നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 3/2ന് നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് യു ക്യാൻ ചൂസ് ദ ഫംഗ്ഷൻ ആസ് x² - 1. അതാ ശ്രദ്ധിക്കേണ്ടത്. കണ്ടീഷൻ കറക്റ്റ് നോക്കുക. ഇവിടെ x 3/2 ആണ്, അതായത് 1.5. അപ്പോൾ x² എന്ന് പറഞ്ഞാൽ 1.5ൻ്റെ സ്ക്വയർ 2.25. x² 1 1നേക്കാളും കൂടുതലാണെങ്കിൽ mod x² - 1ന് പകരം x² - 1 എന്നും, x² 1നേക്കാൾ കുറവാണെങ്കിൽ mod x² - 1ന് പകരം ഫംഗ്ഷനായിട്ട് 1 - x² ചൂസ് ചെയ്യാം. അല്ലാതെ മോഡ് വരുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ മാറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. മോഡ് വരുന്ന ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയടാ, ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ f of x ഈസ് ഈക്വൽ ടു mod x² - 1 ഈസ് ഈക്വൽ ടു x² - 1 ഇങ്ങനെ ആക്കി സെലക്ട് ചെയ്തു. എപ്പോൾ? വെൻ x ഈസ് ഈക്വൽ ടു 3/2, കാരണം നമുക്ക് 3/2 ഡെറിവേറ്റീവാണ് കണ്ടത്. അപ്പോൾ f of x x² - 1 ആണെങ്കിൽ f dash x ഇതാ നോക്ക്, 2x. സിമ്പിൾ. x² - 1ൻ്റെ ഡെറിവേറ്റീവ്, x² - 1ൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ f dash 3/2 എന്ന് പറയുന്നതടാ, എക്സിന് പകരം 3/2 കൊടുത്താൽ 2 × 3/2, 2 കട്ട്, ആൻസർ വിൽ ബി 3. ഓപ്ഷൻ എ. കണ്ടോ നിങ്ങൾ? ഇതൊന്നും ബോർഡ് ലെവലിൽ നിങ്ങൾ പഠിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു ഡീപ്പ് ഐഡിയ പറഞ്ഞു തന്നതാണ്.
ഇതൊക്കെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഐഡിയ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റെഡി? അടുത്ത് നോക്കിക്കോ. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് റൂട്ട് ജി ഓഫ് എക്സ് ഇഫ് എഫ് ഡാഷ് 3 ജി ഡാഷ് 3 ജി ഓഫ് 3 ദെൻ ദ വാല്യൂ ഓഫ് എച്ച് ഡാഷ് 3. ഓക്കെ, എച്ച് ഡാഷ് 3 കാണണമെങ്കിൽ ആദ്യം എച്ച് ഡാഷ് എക്സ് കാണണം. അപ്പം ഞാൻ ചെയ്യുന്നത് എച്ച് ഡാഷ് എക്സ് എനിക്ക് കിട്ടണമെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ആരെ ചെയ്യണം? എഫ് ഡാഷ് റൂട്ട് ജി ഓഫ് എക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് കിട്ടണം. അപ്പോൾ എഫ് ഓഫ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് റൂട്ട് ജി ഓഫ് എക്സ് കിട്ടണം. ഒബ്വിയസ്ലി ഇതാണ് കിട്ടേണ്ടത്, സംശയമൊന്നുമില്ല. പക്ഷേ എക്സിന് പകരം റൂട്ട് ജി ഓഫ് എക്സ് ആയതുകൊണ്ട് അതിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് ജി ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/2 റൂട്ട് ജി ഓഫ് എക്സ് ആണ്. എക്സിന് പകരം ജി ഓഫ് എക്സ് ആണ് വന്നത്. അപ്പോൾ ജി ഓഫ് എക്സിന് കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എക്സ് ആണ്. ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എച്ച് ഡാഷ് 3 വേണമെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എഫ് ഡാഷ് റൂട്ട് ജി ഓഫ് 3 ഇതാ നോക്ക്, സിമ്പിളാണ്, ഇൻറ്റു 1/2 റൂട്ട് ജി ഓഫ് 3 ആൻഡ് ഇൻറ്റു ജി ഡാഷ് ഓഫ് 3 ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ജി ഓഫ് 3ൻ്റെ വാല്യൂ 9 ആണ്. അപ്പോൾ ആക്ച്വലി ഇത് എഫ് ഡാഷ് റൂട്ട് 9 എന്ന് പറഞ്ഞ് വരും. ഇൻറ്റു 1/2 റൂട്ട് ഓഫ് ജി ഓഫ് 3യുടെ വാല്യൂ 9 അല്ലേ? അപ്പോൾ ഇതാ 2 ഇൻറ്റു റൂട്ട് 9. ജി ഡാഷ് 3ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് 3 ആണ്. ഓക്കെ, ഇത് നോക്കിക്കോ, ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോ. ഇത് ചെയിൻ റൂൾ വെച്ചാൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോർമൽ ഒരു ഫംഗ്ഷൻ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഫംഗ്ഷൻസ് അല്ല എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ് തന്നത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരരുത്, സിമ്പിളാണ്. പക്ഷേ നമുക്ക് റൂട്ട് 9ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ എഫ് ഡാഷ് 3. ഓക്കെ, ആൻഡ് ഇൻറ്റു 1/2 റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എഗെയിൻ 3 ആൻഡ് ഇവിടെ ഒരു ഇൻറ്റു 3 കൂടി വരും. റെഡി? എഫ് ഡാഷ് 3യുടേതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. എഫ് ഡാഷ് 3 6 ആണ്. അപ്പോൾ അതാ നോക്ക്, 6 ഇൻറ്റു 1/2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാലും 6 ഇൻറ്റു 3. 6ഉം 6ഉം കട്ട് ചെയ്ത് പോയാൽ 1 ഇൻറ്റു 3 3 ഈസ് ദ ആൻസർ. എച്ച് ഡാഷ് 3 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 3 തന്നെയാണ്. ഐഡിയ മനസ്സിലായോ? അതൊക്കെ നമ്മൾ ബോർഡ് ലെവലിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്ര ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അവിടെ പഠിച്ച കോൺസെപ്റ്റ് സെയിം ആണ്. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ലെവൽ കൂടി ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഡി യു ബൈ ഡി തീറ്റ അറ്റ് തീറ്റ ഈക്വൽ ടു ഡി യു ബൈ ഡി വി അറ്റ് തീറ്റ ഈക്വൽ ടു π/4 പാരാമെട്രിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഡി യു ബൈ ഡി വി കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ഡി യു ബൈ, ഇവിടെ പാരാമീറ്റർ എന്താ? തീറ്റയുടെ ടേമിലല്ലേ തന്നത്. അപ്പോൾ ഡി യു ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി വി ബൈ ഡി തീറ്റ ചെയ്യണം. ഡി യു ബൈ ഡി തീറ്റ ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ആ യുവിനൊന്ന് ആദ്യം മാറ്റി ചെയ്തട്ടെ. സീക്ക് ഇൻവേഴ്സ് മൈനസ് സീക്ക് 2 തീറ്റ എന്നല്ലേ? നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിച്ചൊരു കാര്യമുണ്ട്. സീക്ക് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാൽ ഇത് നമ്മൾ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സീക്ക് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ മൈനസ് എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, മൈനസ് ഓഫ് എ വാല്യൂ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതുക? ഇതിനെ മാറ്റിയിട്ട് എഴുതുക പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ്. ഇവിടെ എക്സിന് പകരം വന്നത് സീക്ക് 2 തീറ്റയാണ്. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് സീക്ക് 2 തീറ്റ എന്ന് എഴുതാം. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഇതാ സീക്ക് ഇൻവേഴ്സും സീക്കും നമ്മൾ ക്യാൻസൽ ചെയ്യാറില്ലേ? സീക്ക് ഇൻവേഴ്സും സീക്കും ഒരുമിച്ച് വന്നു, ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാല്യൂ പൈ മൈനസ് 2 തീറ്റ അല്ലേ? ഓക്കെ, അതിന് ഇതിനെ ഡി യുവിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡി യു ബൈ ഡി തീറ്റ ചെയ്താൽ ആൻസർ പൈ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2 തീറ്റ. അപ്പോൾ 2 കോൺസ്റ്റൻറ്റ്, തീറ്റൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുക -2. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് ചെയ്യുന്നത്. -2 തീറ്റൻ്റെ ഡെറിവേറ്റീവ് -2 × 1 -2. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആരുടെ ഡെറിവേറ്റീവും കാണാം? വിയുടെ ഡെറിവേറ്റീവും കാണാം. അത് ഈസി അല്ലേ? ഡി വി ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ. സോ നമുക്ക് ഡി യു ബൈ ഡി വി അല്ലേ വേണ്ടത്? ഡി യു ബൈ ഡി വി എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി വി ബൈ ഡി തീറ്റ. ഇതാണ് ആൻസർ വരേണ്ടത്. ഡി യു ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം -2 ആണ് നമുക്ക് കിട്ടിയത്. ആൻഡ് ഡി വി ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. നെഗറ്റീവും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 2 ബൈ സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ ഡി യു ബൈ ഡി വി എന്ന് പറയുന്നത്. ഇനി നോക്കേ, അറ്റ് തീറ്റ ഈക്വൽ ടു π/4 നമുക്ക് വേണ്ടത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു π/4 നിങ്ങൾ വാല്യൂ കാണുമെങ്കിൽ ഒന്നുമില്ല, ഈ തീറ്റയ്ക്ക് പകരം π/4 കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഇതല്ലേ ഡെറിവേറ്റീവ്.
അപ്പോൾ ഈ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ തീറ്റ π/4 ആകുന്ന സമയത്ത് എത്രയാണെന്ന ചോദ്യം. അപ്പോൾ ദാ 2/sin π/4 എന്ന് കിട്ടും. sin π/4ൻ്റെ വാല്യൂ 1/√2. അപ്പോൾ 2/1/√2 ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ അല്ലേ, തല തിരിച്ചിട്ടോ. അപ്പോൾ ദാ 2 × √2/1 വരും, അതായത് 2√2. അപ്പോൾ 2√2 ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷനിലുണ്ടോ നോക്ക്. യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെയൊക്കെ ഒരുപാട് കുറച്ചുകൂടി ലെവൽ കൂടിയതും നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ കാണാൻ പറ്റും. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന സ്ക്രോളിൽ പോകുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.